അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസിനികളെ, സ്വലാത്തിൻ്റെ മുഹിബ്ബീങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വലിയ മഹാനായ അർശില സിംഹം എന്ന് വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിൻ്റെ കവാടമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടുത്തെ മരുമകൻ കൂടിയാണ്, അവിടുത്തെ കരളിൻ്റെ കഷണമായ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മണിമാരനായ അലി ബിൻ അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു മരണസമയത്ത്, മരണം അടുക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ പൊന്നുമോനെ വിളിച്ചിട്ട് 4 ഉപദേശങ്ങൾ കൊടുത്തു. ഈ റമദാനിൽ ആ 4 ഉപദേശങ്ങളാണ് എൻ്റെ മുഹിബ്ബീങ്ങളായ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ളത്. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. ഈ 4 സ്വഭാവങ്ങൾ എനിക്കും നിങ്ങൾക്കും മരണം വരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഒന്നാമതായി മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ വെറുതെ സമയം പാഴാക്കുന്നവന്റെ കൂടെ സഹകരിക്കരുത്. അങ്ങനെ സഹകരിച്ചാൽ നിനക്ക് ദുനിയാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. കാരണം ഇത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. കാരണം ഇത്രയും അറിവുണ്ടായത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലിയാര് തങ്ങൾ ആരാണെന്ന്, ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അതിൻ്റെ കവാടമാണ് അലി റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലാത്ത നാവ് കൊണ്ട് പറഞ്ഞത് ഇത് കാരണമായിട്ടാണ്. ഞാനും നിങ്ങളും ഇത് ശിരസ വഹിക്കുക. വെറുതെ സമയം കളയുന്നവനോട് ഒരു കാരണവശാലും നമുക്ക് ചങ്ങാത്തം വേണ്ട. രണ്ടാമതായി പറഞ്ഞു, നാവ് കൊണ്ട് കള്ളം മാത്രം പറയുന്നവൻ, അവൻ നിസ്കാരമുള്ളവനാകട്ടെ, ഹജ്ജ് ചെയ്തവനാകട്ടെ, അവൻ ആരോ ആകട്ടെ, അവൻ നാവെടുത്താൽ കള്ളം മാത്രമാണ് പറയുന്നതെങ്കിൽ അവന്റെ കൂടെ ഒരു കാരണവശാലും നീ സഹകരിക്കരുത് എന്ന് അലി ബിൻ അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു മകനെ വിളിച്ച് ഉപദേശിക്കുന്നു. മൂന്നാമത് അവിടുന്ന് പറഞ്ഞു, പിശുക്കന്മാരുടെ കൂടെ നിങ്ങൾ സഹകരിക്കരുത്. എന്താണ് പിശുക്ക് എന്ന് പറഞ്ഞാൽ? കോടികളുടെ ആസ്തി കാണും, പക്ഷേ ഒരു ദീനിന്റെ മജ്ലിസിന് വേണ്ടി ഒരു പൈസ കൊടുക്കില്ല. സഹോദരിമാരുടെ മക്കളുടെ വിവാഹം വന്ന് വിളിച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്നങ്ങ് ഒഴിഞ്ഞു മാറും. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ 5 പവന്റെ സ്വർണത്തിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാതെ വളരെ പിശുക്കന്മാരായിട്ട് കഴിയുന്ന എത്രയോ പിതാക്കന്മാരുണ്ട്. അതുകൊണ്ട് പിശുക്കന്മാരുടെ കൂടെ നിങ്ങൾ സഹകരിക്കരുതെന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മകനെ ഉപദേശിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടി അവിടുന്ന് പറയുന്നു, ഈ അധർമ്മകാരികളോട്, അതായത് പലിശ വാങ്ങിക്കുന്നവൻ, മദ്യം കഴിക്കുന്നവൻ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവൻ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധം മുറിക്കുന്നവൻ, ഇങ്ങനെയുള്ള അധർമ്മകാരികളോട് സഹകരിക്കരുത്. അപ്പോൾ എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട് ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എനിക്ക് തരാനുള്ള ഹൃദയത്തിൽ തട്ടി 4 ഉപദേശം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഷ, അവിടുത്തെ വാക്ക് കടമെടുത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അലിയാർ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 വിഭാഗം ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? സഹകരിക്കരുത്. എന്താണ് അവിടെ പറഞ്ഞത്? വെറുതെ സമയം പാഴാക്കുന്നവനോട് നിങ്ങൾ സഹകരിക്കരുത്. ഒന്നുകൂടി പറയുകയാണ്, വെറുതെ സമയം കളയുന്നവനോട് നിങ്ങൾ സമയം ചെലവഴിക്കരുത്. നാവെടുത്താൽ കളവ് മാത്രം പറയുന്നവനോട് സഹകരിക്കരുത്. പിശുക്കന്മാരോട് സഹകരിക്കരുത്. അധർമ്മകാരികളോടും സഹകരിക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ ഉപദേശം ജീവിതത്തിൽ പകർത്തണമെന്ന വസിയത്തോടെ തൽക്കാലം വിട. അസ്സലാമു അലൈക്കും.